അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനെ പരാജയപ്പെടുത്തി വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു തിരിച്ചുവരവ്. എക്സിറ്റ് പോളുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപിന്റെ സർവാധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ അമരത്തേക്ക് ജനഹൃദയങ്ങളിലൂടെ വീണ്ടും ജയിച്ചു കയറി ഡൊണാൾഡ് ട്രംപ്. തികച്ചും രാജകീയമായ രണ്ടാം വരവ്. തോറ്റുപോകുമെന്ന് വിലയിരുത്തിയവരെ തന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലൂടെ വായടപ്പിച്ച് വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും ട്രംപ് എത്തുന്നു. ഫലം പ്രഖ്യാപിച്ച 548 ഇലക്ടർ വോട്ടുകളിൽ 312 വോട്ടുകൾ നേടിയാണ് ട്രംപിന്റെ ആധികാരിക ജയം. 226 വോട്ടുകൾ മാത്രമാണ് കമലയ്ക്ക് നേടാനായത്. നിർണായകമായ 7 സ്വിംഗ് സ്റ്റേറ്റുകളിലും ട്രംപ് മികച്ച വിജയം നേടി. 2016 ആദ്യമായി ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഒപ്പം നിൽക്കാതിരുന്ന പോപ്പുലർ വോട്ടിൽ ഇത്തവണ മുന്നിലെത്താനും ട്രംപിന് കഴിഞ്ഞു. ഒപ്പം സെനറ്റും ട്രംപിനൊപ്പം നിന്നു. 312 ഇലക്ടർ വോട്ടുകൾ നേടി പരിപൂർണ ഫലപ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ അമേരിക്കയുടെ മനസ്സറിഞ്ഞ സ്ഥാനാർത്ഥി കൂടിയായാണ് ട്രംപ് വിജയം കൈവരിക്കുന്നത്. തുടർച്ചയായല്ലാതെ 2 തവണ അമേരിക്കൻ പ്രസിഡന്റാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ട്രംപ്. 2016 ഹിലറി ക്ലിന്റനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റായത്. 2020 അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനോട് തോറ്റു. എന്നാൽ കമല ഹാരിസിനെ പരാജയപ്പെടുത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റ് ആയിരിക്കുകയാണ് ട്രംപ്. ഇങ്ങനെയൊരു തിരിച്ചുവരവ് നടന്നത് മുൻപ് ഒരേ ഒരു തവണയായിരുന്നു. 1892 അത്. അന്ന് ഗ്രോവർ ക്ലീൻഡൻ ആയിരുന്നു ഇത്തരത്തിൽ ഒരു ജയം നേടിയത്. 1885 അമേരിക്കൻ പ്രസിഡന്റായ ക്ലീവ്ലൻഡ് 1889 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്നാൽ 93 നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ച് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. 127 വർഷങ്ങൾക്ക് മുൻപത്തെ ആ ചരിത്രമാണ് ഇപ്പോൾ ട്രംപ് തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ശേഷം കൂടുതൽ തവണ മത്സരിക്കുന്ന നേതാവായും ട്രംപ് മാറി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയ ഡൊണാൾഡ് ട്രംപിനെ എതിർ സ്ഥാനാർത്ഥി കമല ഹാരിസ് അഭിനന്ദനം അറിയിച്ചു. ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് കമല അഭിനന്ദിച്ചത്. ട്രംപ് എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റ് ആയിരിക്കട്ടെയെന്നും കമല കൂട്ടിച്ചേർത്തു. ഇതോടെ തിരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിച്ചതായും കമല വ്യക്തമാക്കി. അമേരിക്കയുടെ സുവർണ കാലഘട്ടം ഇതായിരിക്കുമെന്നാണ് അമേരിക്കൻ ജനതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ട്രംപ് പ്രതികരിച്ചത്. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വിജയമുറപ്പിച്ച് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞാണ് ട്രംപ് ഫ്ലോറിഡയിൽ തന്റെ പ്രസംഗം തുടങ്ങിയത്. രാജ്യം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ വിജയമെന്ന ട്രംപിന്റെ വാക്കുകൾ ആവേശത്തോടെ അണികൾ ഏറ്റുവാങ്ങി. ഭാര്യ മെലാനിയയ്ക്കും കുടുംബത്തിനും ട്രംപ് നന്ദി പറഞ്ഞു. I want to also thank my beautiful wife Melania, First Lady. അമേരിക്കയുടെ അടുത്ത വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണെന്നും ഡൊണാൾഡ് ട്രംപ് പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചു. Our great, now I can say, Vice President-elect of the United States, JD Vance. 2025 ജനുവരി 6 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടക്കുക. ജനുവരി 20 അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കും. കമല ഹാരിസിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ സെലിബ്രിറ്റികൾ നിരവധിയാണ്. എണ്ണം പറഞ്ഞ ഹോളിവുഡ് താരങ്ങളും കമലയ്ക്കായി വോട്ട് ചോദിച്ചിറങ്ങി. എന്നാൽ ട്രംപിന്റെ ട്രംപ് കാർഡായി മാറിയത് ടെക് ലോകത്തെ ഭീമൻ ഇലോൺ മസ്ക് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതിലൊന്നും ട്രംപ് മസ്ക് കൂട്ടുകെട്ടാണ്. ദി ഫ്യൂച്ചർ ഈസ് ഗോണ ബി ഫാന്റാസ്റ്റിക്. ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ ഇങ്ങനെയായിരുന്നു ഇലോൺ മസ്കിന്റെ പ്രതികരണം. കൺവെൻഷനുകളിലും റാലികളിലും നിറസാന്നിധ്യമായും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ സഹായം ചെയ്തും ട്രംപിന്റെ പ്രചാരണത്തിന് മുന്നിലുണ്ടായിരുന്നു മസ്ക്. വിക്ടറി പ്രസംഗത്തിൽ മസ്കിനെയും സ്പേസ് എക്സിനെയും കുറിച്ച് വാതോരാതെ ട്രംപ് പ്രസംഗിച്ചു. മസ്കിനെ സ്റ്റാർ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. നമുക്കൊരു പുതിയ താരമുണ്ട്, ഇലോൺ മസ്ക്. ഒരു താരം ജനിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രത്യേകതയുള്ള വ്യക്തിയാണ്, പ്രതിഭയാണ്. നമ്മുടെ പ്രതിഭകളെ നാം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും
മസ്കിനെ ലക്ഷ്യമാക്കി ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഭരണകാലത്ത് മുതലാളിത്ത സമീപനങ്ങളിലും വ്യാവസായിക മേഖലയിലും എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകുമെന്ന ചർച്ച ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ മസ്കിന്റെ റോൾ എന്തായിരിക്കുമെന്നതിലും ലോകം ഉറ്റുനോക്കുന്നു. അതിനിടയിൽ ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി നടത്തിയ ഫോൺ സംഭാഷണം ലോക ശ്രദ്ധ നേടുകയാണ്. ഫോൺ കോളിലെ മസ്കിന്റെ സാന്നിധ്യമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച കനേഡിയൻ അമേരിക്കൻ പൗരനാണ് ഇലോൺ മസ്ക്. അമേരിക്കയിൽ ജനിച്ചവർക്ക് മാത്രമേ US പ്രസിഡന്റ് ആകാൻ കഴിയൂ എന്നതിനാൽ മസ്കിന് ഒരിക്കലും പ്രസിഡന്റ് ആകാൻ കഴിയില്ല. എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് ഇലോൺ മസ്കിന്റെ സാധ്യതകൾ അനന്തമാണ്. ട്രംപിനെ മുൻനിർത്തി ഇലോൺ മസ്കിന് വേണ്ടതെല്ലാം ചെയ്യാനാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഫോൺ കോളിലെ മസ്കിന്റെ സാന്നിധ്യം. അരമണിക്കൂറോളം നീണ്ടുനിന്ന ഫോൺ കോളിൽ മസ്കും ഉണ്ടായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ഇലോൺ മസ്ക് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നതിന്റെ ആദ്യ സൂചനയായാണ് ഈ ഫോൺ കോളിനെ ലോകം കാണുന്നത്.